ഹായ്, കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടോ. ഇപ്പം അടുത്ത് വീണ്ടും തന്നെ ഏതൊരു ബിൽഡിംഗ് കൂടി വീണിട്ട് തൃശ്ശൂർ ഭാഗത്താണെന്ന് തോന്നുന്നു ഒരു ബിൽഡിംഗ് കൂടി വീണിട്ടുള്ളതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പലരും കോൺട്രാക്ടർ കുറ്റം പറഞ്ഞു, ഈ പറഞ്ഞ മാതിരി ശ്രദ്ധക്കുറവുകൊണ്ടും അതുപോലെ തന്നെ ക്വാളിറ്റി ഇല്ലാത്ത വർക്ക് ചെയ്തു. അത് വീണ് കിടക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ കട്ടകളിലും ഇതിലൊന്നും സിമെൻറ്റ് പോലും ഒന്നും കാണുന്നൊന്നുമില്ല. ആക്ച്വലി എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്ക് ആസ് പെർ സൈറ്റ് കണ്ട് അതിൽ ഓരോ കാര്യങ്ങൾ വിലയിരുത്തിയാൽ മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ. പല പല പ്രശ്നങ്ങളുണ്ട് ഇതുപോലെ ബിൽഡിങ് വീഴാനായിട്ട്. ഒന്ന് അടിത്തറയുടെ പ്രോബ്ലംസുകൾ ഉണ്ടാവും, ഒന്ന് ചുമരുകൾ ബലമില്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും, നനവ് കുറവായിട്ട് സിമെൻറ്റും കല്ലും തമ്മിൽ ബോണ്ടിങ് ഇല്ലാതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും, ക്വാളിറ്റി ഉള്ള സിമെൻറ്റ് യൂസ് ചെയ്യാതിരുന്നിട്ട് അതായത് സമയം കഴിഞ്ഞിട്ടുള്ളതോ എക്സ്പയർ ആയിട്ടുള്ള സിമെൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രോബ്ലം ഉണ്ടാവും. ഇനി സിമെൻറ്റ് തന്നെ വേണ്ട ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യാതെ മിക്സിംഗ് റേഷ്യോ കുറവാക്കി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും. പിന്നെ വെട്ടുകല്ലോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഏത് കല്ലുകളാണെന്നുണ്ടെങ്കിലും അത് ക്വാളിറ്റി ഇല്ലാത്തതോ ഉറപ്പ് കുറവുള്ളതോ ആയിട്ടുള്ള കല്ല് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവാം. ദെൻ അതോടൊപ്പം തന്നെ നമ്മൾ ഓപ്പണിങ്സിൽ കൊടുക്കുന്ന ലിൻഡലുകൾ, ബീമുകൾ, ഇതൊക്കെ സ്പെസിഫിക്കേഷൻസ് കറക്റ്റായിട്ടും നമ്മളിപ്പോൾ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് അതത് ബീമുകളുടെ വിടുത്ത് കൂടേണ്ടതുണ്ട്, അതിലിടുന്ന കമ്പിയുടെ സൈസസുകൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന പോർഷൻസ്, ഇത് കൊണ്ട് അറസ്റ്റ് ചെയ്യണ പോർഷൻസ് ഒന്നും കൂടി ഈ ലെങ്ത്തിനനുസരിച്ച് അതായത് ഓപ്പണിങ്ങിനനുസരിച്ച് നമ്മൾ ഇതിനെ അറസ്റ്റ് ചെയ്യുന്ന സ്പേസ് കൂട്ടേണ്ടതുണ്ട്, കുറക്കേണ്ട ഭാഗങ്ങളിൽ കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ ബീമിൻ്റെ ഒരു പോർഷൻസ് കൊണ്ട് നിർത്താനായിട്ട് ചിലപ്പോൾ ഒരു ചുമരിൻ്റെ വണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഭാഗത്ത് ടി ജോയിൻറ്റോ എൽ ജോയിൻറ്റോ ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ബീമിന് രണ്ട് സൈഡിൽ, അതൊക്കെ സ്ട്രക്ചർ ഡിസൈനിങ്ങിൽ വരുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരുപാട് ഘടകങ്ങൾ ചേർന്നുകൊണ്ടാണ് നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നത്. പണ്ടത്തെ വീടുകൾ പോലെ ഒരു ചെറിയൊരു പ്ലാനും അതിൻ്റെ ഉള്ളിലുള്ളൊരു 2-3 റൂമുകൾ പോലെയല്ല. ഒരുപാട് ആർക്കിടെക്ചറൽ ഡിസൈനോട് കൂടിയിട്ടാണ് ഇപ്പോഴത്തെ നമ്മളെ പ്ലാന് വരുന്നതും അതനുസരിച്ചിട്ടാണ് വീടുകൾ ചെയ്യുന്നത്. ഹാളുകളൊക്കെ ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള ഹാളുകളായിരിക്കും. അതിലൊക്കെ വേണ്ടത്ര രീതിയിൽ ബീമും അതുപോലെ കൺസീൽഡ് ബീം കൊടുക്കേണ്ടടുത്ത് കൺസീൽഡ് ആയിട്ടും അതല്ലാതെ കൊടുക്കേണ്ടടുത്ത് പ്രോപ്പറായിട്ടുള്ള ബീമുകളോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പൊട്ടി വീഴാനുള്ള ചാൻസസ് ഏറ്റവും കൂടുതൽ ഉള്ളതാണ്. ഒരു നിവൃത്തി ഉണ്ടാവില്ല. ഒരു ബിൽഡറോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറോ ഒന്നും ഇത് പൊട്ടി വീഴണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ആളുകളായിരിക്കില്ല. ശ്രദ്ധക്കുറവ് കൊണ്ടും ആ മാൻ പവറുകൾ നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ലേബേഴ്സ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാതെ, ഇനി ചെയ്യാതിരുന്ന കാര്യം അവർ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്ന് അത് നോക്കാനുള്ള ഒരു കൺസൾട്ടിങ്, ഒരു സൂപ്പർവൈസറോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടിങ് ഏജൻറ് ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇനി ഇവയൊക്കെ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിലും റൂഫുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ റൂഫ് അറസ്റ്റ് ചെയ്യുന്ന പോർഷനുകളിൽ ഈ റൂഫിൻ്റെ വെയിറ്റ് താങ്ങാൻ തക്ക തരത്തിലുള്ള ഒരു ഭിത്തിക്കുള്ള അതിനുള്ളൊരു സ്ട്രെങ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ വാർപ്പ് കഴിഞ്ഞതിന് ശേഷം ആണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആസ്പെക്റ്റുകളോട് കൂടിയിട്ട്, അതായത് 1-2 ചെറിയ കാര്യങ്ങൾ കൊണ്ടല്ല ഈ കൊളാപ്സുകൾ കംപ്ലീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്, പല കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അത് അത്രയും നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന നല്ലൊരു ഇതുവരെ ചീത്തപ്പേരുകളൊന്നും അവിടെ നിന്നും സംഭവിക്കാത്ത ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് മനഃപൂർവ്വം ചെയ്യുന്ന ആളുകളെയാണ് കേട്ടോ പറയുന്നത്. അതല്ലാതെ ഇപ്പോൾ അബദ്ധത്തിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ ചെറിയ കാര്യം കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ചെറിയ കാര്യം കൊണ്ടൊന്നും അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മനുഷ്യൻ ഒരു വീടോ ബിൽഡിങ്ങോ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അത്രയും ആ ഒരു ലൈഫ് ടൈമിലുള്ള ഒരു സമ്പാദ്യം വെച്ചിട്ടൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ അവർ എത്രയോ കാലം അതിനുവേണ്ടി അധ്വാനിച്ചാൽ പോലും അതിൻ്റെ കടം തീരാത്ത അത്രയും കഷ്ടപ്പാടുകളിലൂടെയാണ് അവരൊരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു വീട് ഇതുപോലെ എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊന്നൊരു എക്സ്ക്യൂസസ് പറയാനായിട്ട് നമ്മളെ ഭാഗങ്ങളിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടാവരുത് എന്നുള്ളതാണ്. എല്ലാ കരാറുകാരോടും അതേപോലെ എൻജിനീയേഴ്സിനോടും ബിൽഡേഴ്സിനോടും ഞാനും ഈ ഒരു ഫീൽഡിൽ ഇപ്പോൾ ഒരു 21 വർഷത്തിനധികമായി, ഏകദേശം 25 വർഷത്തോളമായി ഈ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്. അത്രയും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ലാഭമൊന്നും നമ്മൾ ഒരു തരത്തിലും കൺസിഡർ ചെയ്യാത്തത് പോലെയാണ് പല കാര്യങ്ങൾക്കും നമുക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരിക. കാരണം എന്താ വെച്ചാൽ ചില സ്ഥലത്ത് ഡിസൈനുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിനനുസരിച്ച് ആ മാറ്റങ്ങൾക്ക് ആനുപാതികമായിട്ടുള്ള മാറ്റങ്ങൾ എന്തായാലും നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊന്നും ചിലപ്പോൾ ചെറിയ കാര്യങ്ങളൊന്നും നമുക്ക് ക്ലൈൻറ്റിനോട് പറഞ്ഞ് എല്ലാത്തിനും കൂടുതൽ ബില്ലൊന്നും ഇടാനൊന്നും പറ്റുമൊന്നുമില്ല. പക്ഷെ അത് പറ്റില്ല എന്ന് വിചാരിച്ച് പ്രോപ്പറായിട്ട് ഇടേണ്ട
കമ്പികൾ ഇടാതെയോ അല്ലെങ്കിൽ ആ സൈസ് ഓഫ് ബീം കൂട്ടേണ്ടടുത്ത് കൂട്ടാതെയോ അല്ലെങ്കിൽ ചില സ്ഥലത്ത് പില്ലർ വേണ്ടടുത്ത് ചെയ്യാനായിട്ട് പറ്റില്ല. ക്ലയൻറ്റുകൾക്ക് ഇതിൻ്റെ അവയർനെസ് കുറവായിരിക്കും. അവർക്ക് എല്ലായ്പ്പോഴും അവർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, ഒരു റൂം അങ്ങോട്ട് മാറ്റണം അല്ലെങ്കിൽ ഒരു ചുമരി ഇങ്ങോട്ട് മാറ്റണം എന്നൊക്കെ പറയുമ്പോഴും എത്രത്തോളം അതിൽ നമുക്ക് ഈ എഞ്ചിനീയറിംഗ് ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ഒരു വ്യക്തമായ ഒരു ധാരണ ഒന്നും അവർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതല്ലേ എന്ന് പറയും. അപ്പോൾ ആ പേയ്മെൻറ്റ് കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അവസാനമുണ്ടാകുന്ന ഇതാണ് ഇത്രയും 30-40 ലക്ഷം രൂപ ചിലവാക്കിയിട്ടുള്ള വീടുകൾ ഒന്നാകെ പൊളിഞ്ഞു വീഴുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത്. സോ അത്തരം കാര്യങ്ങളിലൊക്കെ നല്ല വിജിലൻ്റ് ആയിരിക്കാം. പിന്നെ നമ്മൾ യാതൊരു തരത്തിലും വിചാരിക്കാത്ത ചില സംഭവങ്ങൾ കൊണ്ടാണ് സംഭവിച്ചതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഭൂമി കുലുക്കം പോലെയുള്ള ചെറിയ ചെറിയ ജർക്കിങ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ പലപ്പോഴും പല ബിൽഡിങ്സുകൾക്കും പല കംപ്ലയിൻസ് ഒക്കെ വരുന്നുണ്ട്. അതല്ലാതെ നമ്മളെ വർക്കിൽ നമ്മളെ ലേബേഴ്സിൻ്റെ ഭാഗത്തുനിന്നോ നമ്മുടെ നോട്ടക്കുറവ് കൊണ്ടോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി കുറവ് കൊണ്ടോ കമ്പി ഉപയോഗിക്കുന്നതിലുള്ള പിശുക്ക് കാണിച്ചിട്ടുള്ള ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ടോ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കേസ് കൊടുത്താൽ ഇതാക്കിയാൽ ഓണർമാർക്ക് ഇപ്പോൾ ചിലപ്പോൾ അതിൻ്റെ നഷ്ടപരിഹാരം ഇതൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ ലൈഫ് ലോങ് ഇത് മനഃപൂർവ്വം ചെയ്ത ആരെങ്കിലും അല്ലെങ്കിൽ ഒരു ലാഭം കുറച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്ത ആരെങ്കിലും ആണെങ്കിൽ ലൈഫ് ലോങ് നിങ്ങളത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ലൈഫിൽ ഒരിക്കലും സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും സമ്പാദ്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷിച്ച് ജീവിക്കാനോ സാധിക്കാതെ വരും. കാരണം നമ്മളെ ഒരു ഉത്തരവാദിത്തം ഒരു ക്ലയൻറ്റ് നമ്മളെ ഏൽപ്പിക്കുകയാണ്. നമ്മളെ ഒരു ഫേമോ അല്ലെങ്കിൽ ഒരു സാധാ കോൺട്രാക്ടറോ ആരോ ആയിക്കോട്ടെ, അവരോടുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് തരുന്നത്. അപ്പോൾ ആ ഏൽപ്പിച്ച് തരുന്ന കാര്യങ്ങൾ നമ്മളെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ സംഭവിച്ചത് കൊണ്ട് പല കാര്യങ്ങളിലും നമ്മൾ വീഴ്ചകൾ വരുത്തിയത് കൊണ്ട് സംഭവിക്കുന്ന ഇത്തരം വിഷയങ്ങൾക്ക് നിങ്ങളിനിപ്പോൾ നഷ്ടപരിഹാരം കൊടുത്തില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ലെങ്കിലും അത് ആജീവനാന്തം ബാധിക്കും. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ പണം ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ എപ്പോഴും നമ്മുടെ മനസ്സും നമ്മുടെ ശ്രദ്ധയും അതിൽ ഉണ്ടായിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ ഞാൻ ഇന്ന് പറയാനായിട്ട് വന്നത്. അതോടൊപ്പം തന്നെ ഈ റേറ്റ് കുറവിൽ വർക്ക് കൊടുക്കുന്ന ആളുകളുണ്ട്. ഒരു 4 ടൈപ്പ് കാര്യങ്ങളാണ് നമ്മൾ കൺസ്ട്രക്ഷനിൽ ശരിക്കും ഉള്ളത്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രൈസ് ഉണ്ടായിരിക്കും, നല്ല ക്വാളിറ്റി വർക്കായിരിക്കും. നല്ല പ്രൈസ് കൊടുത്താൽ നല്ല ക്വാളിറ്റി വർക്ക് കിട്ടുന്ന ആളുകൾക്ക്, നല്ല ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നല്ല പ്രൈസ് വേണ്ടി വരും. അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു പ്രൊജക്റ്റ് മുഴുമിപ്പിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും 1-2 പ്രൊജക്റ്റ് കുറച്ച് റേറ്റ് കുറവാക്കി എടുത്താലും മൂന്നാമതൊരു പ്രൊജക്റ്റ് ആ ഒരു ബിൽഡർക്കോ കോൺട്രാക്ടർക്കോ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നല്ല ക്വാളിറ്റി പ്രീമിയം വർക്കുകൾ ചെയ്യുന്ന ആളുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഹൈ പ്രൈസ് തന്നെ അവർക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ ചില ആളുകളുണ്ട് ചീപ്പായിട്ടുള്ള പ്രൈസിലെടുക്കും, ചീപ്പ് വർക്കായിരിക്കും, ക്വാളിറ്റി ഇല്ലാത്ത വർക്കായിരിക്കും, പ്രൈസ് കുറവായിരിക്കും, അതനുസരിച്ച് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള വർക്കായിരിക്കും ചെയ്യുന്നത്. ചില ആളുകൾ ചിലപ്പോൾ ലോ പ്രൈസ് എടുത്തിട്ട് നല്ല ക്വാളിറ്റി വർക്ക് ചെയ്യുന്നതാകും. അവർക്ക് 1-2 വർക്ക് കഴിയുന്നതോട് കൂടിയിട്ട് അവരുടെ കമ്പനി പൂട്ടി അവിടെ അടച്ച് ഇരിക്കേണ്ടി വരും. അല്ലാണ്ട് വേറൊരു മാർഗ്ഗവും ഉണ്ടാവില്ല. പിന്നെ അടുത്തതാണ് നല്ല പ്രൈസ് മേടിക്കും എന്നിട്ട് ലോ ക്വാളിറ്റി വർക്ക് ചെയ്യും. അപ്പോൾ ഈ 4 ടൈപ്പിൽ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നുള്ളതാണ്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി വർക്ക് ചെയ്യുന്ന ആളുകളെ സെലക്ട് ചെയ്ത് കുറച്ച് പണം കൂടുതൽ കൊടുത്താലും നിങ്ങൾക്കൊരു 30-40 വർഷത്തോളം യൂസ് ചെയ്യേണ്ട ബിൽഡിങ്ങോ വീടുകളോ ആണ്. ഏറ്റവും കുറഞ്ഞ ഒരു ആയുസ് എന്ന് പറയുന്നത് ഒരു 35-40 വർഷം വരെയെങ്കിലും നമ്മൾ നിർമ്മിച്ച ആ ഒരു വീട് നല്ല രീതിയിൽ ബിൽഡിംഗ് ആണെങ്കിലും വീടാണെങ്കിലും വെയർ ഹൗസ് ആണെങ്കിലും ഏതാണെങ്കിലും ഒരു 40-50 വർഷം വരെ, ഇനിയിപ്പോൾ പോട്ടെ 40 വർഷം വരെയെങ്കിലും നമ്മളത് ഉപയോഗിച്ചാലാണ് നമുക്കതൊരു ലാഭകരമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അത്രയും വർഷം ഉപയോഗിക്കേണ്ട കാര്യത്തിന് 2-3-4 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 1-2 ലക്ഷം രൂപയുടെ കുറവ് കണ്ടിട്ട് നിങ്ങൾ ലോ ക്വാളിറ്റി വർക്ക് ചെയ്യുന്ന ആളുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്തായാലും നഷ്ടം വരും. അപ്പം നല്ല ക്വാളിറ്റി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നല്ല പ്രൈസിലുള്ള ആളുകളെ തിരഞ്ഞു പിടിച്ച് അവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ വളരെ ചീപ്പായിട്ടുള്ള പ്രൈസിലെടുക്കുന്ന അവർക്ക് ചീപ്പ് വർക്ക് നിങ്ങൾക്ക് ചെയ്തു തരാനായിട്ട് പറ്റുള്ളൂ, അതിൽ യാതൊരു ഇതുമില്ല. പിന്നെ അതേപോലെ തന്നെ പ്രൈസ് കൂടുതലാക്കി പറഞ്ഞുകൊണ്ട് ചീപ്പ് വർക്ക് ചെയ്യുന്നവരുണ്ടാകും. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ അവരുടെ വർക്ക് ക്വാളിറ്റി, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് നോക്കുക, അവരെ കണക്ട് ചെയ്തുകൊണ്ട് മറ്റാളുകൾ അവർക്ക് കൊടുത്തേക്കുന്ന പ്രൊമോഷനോ അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്കുകളോ എടുക്കുക. എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ മാതിരി നല്ല ക്വാളിറ്റി വർക്കുകൾ വളരെ ചീപ്പ് പ്രൈസിൽ കൊടുക്കുന്ന ആളുകൾക്ക് ഒരിക്കലും സമൂഹത്തിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. അവർ 1-2 വർക്കുകൾ കൊണ്ട് നിർത്തും. അപ്പോൾ അവർ തുടക്കക്കാരൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യിച്ചാൽ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പ്രൈസ് കുറവാക്കിയിട്ട് എടുക്കും. എന്നിട്ട് സ്റ്റാർട്ടിങ്ങിലുള്ള വർക്കൊക്കെ നല്ല ക്വാളിറ്റിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ക്ലയൻറ്റിനെ കാണുമ്പോൾ ഓക്കെ കുറഞ്ഞ പ്രൈസിലാണെങ്കിലും നല്ല ക്വാളിറ്റി വർക്കാണല്ലോ എന്ന് ലാസ്റ്റായിട്ട് വരുമ്പോൾ ഇദ്ദേഹത്തിന് അത് മുഴുമിപ്പിക്കാനായിട്ട് പറ്റില്ല.
ഒരു കാരണവശാലും ഇപ്പോൾ നമ്മൾ 1, 2, 3 വർക്ക് എടുത്തിട്ട് നമ്മളെ വീട്ടിലത്തെ പൈസ കൊണ്ടുവന്നിട്ട് ഒരു ക്ലൈൻറ്റിന് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കില്ലല്ലോ. അത് നമ്മളൊന്നും വെറുതെ മനസ്സിൽ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അത്തരം ചതികളിലൊന്നും പോയി പെടാതിരിക്കുക. പിന്നെ എപ്പോഴും നിങ്ങളുടെ ഒരു മോണിറ്ററിങ് ഉണ്ടാവുക. അതിന് എത്ര വിശ്വസിക്കാൻ പറ്റാവുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടേതായിട്ടുള്ള ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവുക. അതല്ലെങ്കിൽ നിങ്ങൾ പുറത്തൊരു കൺസൾട്ടിങ് ഏജൻറ്റിനെ വെക്കുക. അവർ മുഖാന്തരം നിങ്ങൾ ഡെയിലി നിങ്ങളുടേതായിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും അറിയാം. അപ്പോൾ എല്ലാവർക്കും നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ബിൽഡിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്ത്, വീടാണെങ്കിൽ അതിൽ നല്ല രീതിയിൽ താമസിക്കാൻ കഴിയട്ടെ. ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാസം നല്ല വരുമാനം കിട്ടാവുന്ന തരത്തിൽ നല്ല ക്വാളിറ്റി ബിൽഡിങ്ങൊക്കെ പണിതാൽ ആ വരുമാനം മേടിച്ച് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മിൻഹാജ് ബിൽഡേഴ്സിനെ സമീപിക്കാം. വാസ്തു ബേസ്ഡായിട്ട് പ്ലാൻ വരയ്ക്കുന്നത് മുതൽ, ഇനി വാസ്തു വേണ്ടാന്നുള്ളവർക്ക് അങ്ങനെ ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ്, സ്ട്രക്ചറൽ ഡിസൈനിങ്ങും, അതേപോലെ തന്നെ അതിൻ്റെ 3D വ്യൂ, വാക്ക് ത്രൂ, ഇൻറ്റീരിയർ ഡിസൈനിങ് തുടങ്ങി കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും മിൻഹാജ് ബിൽഡേഴ്സ് ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്ഷൻ ചെയ്ത് ചാവി ഏൽപ്പിക്കുന്ന വർക്കുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു, ബൈ.